ഓം ശാന്തി. 18-10-25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ആത്മാഭിമാനിയായി ഇരിക്കൂ. ഉള്ളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കൂ, ഞാൻ ആത്മാവാണ്. ദേഹി അഭിമാനിയാകൂ. സത്യമായ ചാർട്ട് വയ്ക്കൂ, എങ്കിൽ വിവേകശാലിയായി മാറും. വളരെയധികം നേട്ടമുണ്ടാകും. ചോദ്യം: പരിധിയില്ലാത്ത നാടകത്തെ മനസ്സിലാക്കുന്ന കുട്ടികൾ ഏതൊരു നിയമം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു? ഉത്തരം: ഇത് അവിനാശി നാടകമാണ്. ഇതിൽ ഓരോ പാർട്ട്ധാരിക്കും പാർട്ട് അഭിനയിക്കുന്നതിന് തൻ്റെ സമയമാകുമ്പോൾ വരിക തന്നെ വേണം. നമ്മൾ സദാ ശാന്തിധാമത്തിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ആരെങ്കിലും പറയുന്നു എങ്കിൽ ഇത് നിയമമല്ല. അവരെ പാർട്ട്ധാരി എന്ന് തന്നെ പറയില്ല. ഈ പരിധിയില്ലാത്ത കാര്യങ്ങൾ ബാബ തന്നെയാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഓം ശാന്തി. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഇരിക്കൂ. ദേഹ അഭിമാനം ഉപേക്ഷിച്ച് ഇരിക്കൂ. പരിധിയില്ലാത്ത ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ആരാണോ അവിവേകികൾ ആയത് അവരെയാണ് മനസ്സിലാക്കിക്കാറുള്ളത്. ആത്മാവ് മനസ്സിലാക്കുന്നു, ബാബ സത്യമാണ് പറയുന്നത്. നമ്മൾ ആത്മാക്കൾ അവിവേകി ആയിരിക്കുന്നു. ഞാൻ ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. ഞാൻ ആത്മാഭിമാനം ഉപേക്ഷിച്ച് ദേഹാഭിമാനത്തിൽ കുടുങ്ങിയിരിക്കുന്നു. അപ്പോൾ അവിവേകിയായില്ലേ? ബാബ പറയുന്നു, എല്ലാ കുട്ടികളും ദേഹാഭിമാനത്തിൽ വന്ന് അവിവേകി ആയിരിക്കുന്നു. പിന്നെ നിങ്ങൾ ബാബയിലൂടെ ദേഹി അഭിമാനി ആകുന്നു. അപ്പോൾ തീർത്തും വിവേകശാലിയായി മാറുന്നു. ചിലരാണെങ്കിൽ ആയി കഴിഞ്ഞു, ചിലർ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിവേകിയാകുന്നതിന് പകുതി കൽപ്പമെടുത്തു. ഈ അന്തിമ ജന്മത്തിൽ പിന്നെ വിവേകശാലിയാകണം. പകുതി കൽപ്പം കൊണ്ട് അവിവേകി ആയി 100% അവിവേകിയായി മാറുന്നു. ദേഹാഭിമാനത്തിൽ വന്ന് ഡ്രാമ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ വീണു വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വിവേകം ലഭിച്ചിരിക്കുന്നു. എങ്കിലും പുരുഷാർത്ഥം വളരെയധികം ചെയ്യേണ്ടതുണ്ട്. കാരണം കുട്ടികളിൽ ദൈവിക ഗുണങ്ങളും ആവശ്യമാണ്. കുട്ടികൾ അറിയുന്നുണ്ട്, നമ്മൾ സർവഗുണ സമ്പന്നവും 16 കലാ സമ്പൂർണവുമായിരുന്നു. പിന്നെ ഈ സമയം നിർഗുണം ആയിരിക്കുന്നു. ഒരു ഗുണം പോലും അവശേഷിക്കുന്നില്ല. കുട്ടികളായ നിങ്ങളും നമ്പർവാർ പുരുഷാർത്ഥമനുസരിച്ച് ഈ കളിയെ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കി എത്ര വർഷങ്ങളായി. എങ്കിലും ആരാണോ പുതിയവർ അവർ നല്ല വിവേകശാലികളായി മാറുന്നു. മറ്റുള്ളവരെയും ആക്കി മാറ്റുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ചിലരാണെങ്കിൽ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല. അവിവേകിയിലും അവിവേകിയാണ്. ബാബ വന്നിരിക്കുന്നത് തന്നെ വിവേകമുള്ളവരാക്കുവാനാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, മായ കാരണമാണ് നമ്മൾ അവിവേകിയായത്. നമ്മൾ പൂജ്യരായിരുന്നു, അപ്പോൾ വിവേകശാലിയായിരുന്നു. പിന്നെ നമ്മൾ തന്നെ പൂജാരിയായി അവിവേകി ആയിരിക്കുന്നു. ആദി സനാതന ദേവീ ദേവതാ ധർമ്മം പ്രായലോപമായി. ഇതിനെക്കുറിച്ച് ലോകത്തിൽ ആർക്കും തന്നെ അറിയില്ല. ഈ ലക്ഷ്മി നാരായണൻ എത്ര വിവേകശാലിയായിരുന്നു, രാജ്യം ഭരിച്ചിരുന്നു. ബാബ പറയുന്നു, തത്വം നിങ്ങളും സ്വയം ഇങ്ങനെ തന്നെ മനസ്സിലാക്കൂ. ഇത് വളരെ വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാബയ്ക്കല്ലാതെ ആർക്കും മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. ഇപ്പോൾ തിരിച്ചറിവുണ്ടാകുന്നു. ബാബ തന്നെ ആയിരിക്കുമല്ലോ ഉയർന്നതിലും ഉയർന്നത്, വിവേകശാലിയിലും വിവേകശാലി. ഒന്നാമതായി ജ്ഞാനത്തിൻ്റെ സാഗരവുമാണ്, സർവരുടെയും സദ്ഗതി ദാതാവുമാണ്, പതീത പാവനനുമാണ്. ഒന്നിൻ്റെ തന്നെ മഹിമയാണ്. ഇത്രയും ഉയർന്നതിലും ഉയർന്ന ബാബ വന്ന്
കുട്ടികളെ കുട്ടികളെ എന്ന് പറഞ്ഞ് എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. കുട്ടികളെ ഇപ്പോൾ പാവനമാകണം. അതിനുവേണ്ടി ബാബ ഒരേ ഒരു ഔഷധം നൽകുന്നു. പറയുന്നു, യോഗത്തിലൂടെ നിങ്ങൾ ഭാവിയിൽ 21 ജന്മം നിരോഗിയായി മാറും. നിങ്ങളുടെ എല്ലാ രോഗവും ദുഃഖവും ഇല്ലാതാകും. നിങ്ങൾ മുക്തിധാമത്തിലേക്ക് പോകും. അവിനാശി സർജന്റെ അടുക്കൽ ഒരേ ഒരു ഔഷധമാണുള്ളത്. ഒരേ ഒരു ഇഞ്ചക്ഷൻ ആത്മാവിന് വന്ന് എടുക്കുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യൻ വക്കീൽ പഠനവും എഞ്ചിനീയറിങ്ങും പഠിക്കാറില്ല. അങ്ങനെയല്ല. ഓരോ വ്യക്തിയും തൻ്റെ തൊഴിലിൽ തന്നെയാണ് മുഴുകുന്നത്. ബാബയോട് പറയുന്നു, വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റൂ. കാരണം പതീത അവസ്ഥയിൽ ദുഃഖമുണ്ട്. ശാന്തിധാമത്തെ പാവന ലോകം എന്ന് പറയുകയില്ല. സ്വർഗത്തെ തന്നെയാണ് പാവന ലോകം എന്ന് പറയുന്നത്. ഇതും മനസ്സിലാക്കിച്ചു തന്നു. മനുഷ്യർ ശാന്തിയും സുഖവും ആഗ്രഹിക്കുന്നു. എവിടെയാണോ ശരീരമില്ലാത്തത് അവിടെയാണ് സത്യം സത്യമായ ശാന്തിയുള്ളത്. അതിനെ പറയുന്നത് തന്നെ ശാന്തിധാമം എന്നാണ്. വളരെ പേർ പറയുന്നു ശാന്തിധാമത്തിൽ ഇരിക്കട്ടെ, പക്ഷേ നിയമമില്ല. അവർ പിന്നെ പാർട്ട്ധാരി ആയില്ല. കുട്ടികൾ നാടകത്തെയും മനസ്സിലാക്കി കഴിഞ്ഞു. എപ്പോഴാണോ ആക്ടേഴ്സിന് പാർട്ട് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പുറത്ത് സ്റ്റേജിൽ വന്ന് പാട്ട് അഭിനയിക്കും. ഈ പരിധിയില്ലാത്ത കാര്യങ്ങൾ പരിധിയില്ലാത്ത ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ജ്ഞാനസാഗരം എന്നും ആ ഒന്നിനെയാണ് പറയുന്നത്. സർവരുടെയും സദ്ഗതി ദാതാവും പതീത പാവനുമാണ്. സർവരെയും പാവനമാക്കുന്നത് തത്വം ആവുക സാധ്യമല്ല. ജലവും മറ്റുമെല്ലാം തത്വമാണ്. അത് എങ്ങനെ സദ്ഗതി ചെയ്യും? ആത്മാവ് തന്നെയാണ് പാർട്ട് അഭിനയിക്കുന്നത്. ഹഠയോഗത്തിൻ്റെയും പാർട്ട് ആത്മാവാണ് അഭിനയിക്കുന്നത്. ഈ കാര്യങ്ങളും ആരാണോ വിവേകശാലികൾ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ബാബ എത്ര മനസ്സിലാക്കിച്ചു തന്നു. ഏതെങ്കിലും ഇങ്ങനെയുള്ള യുക്തികൾ രചിക്കൂ. അതിലൂടെ മനുഷ്യർ മനസ്സിലാക്കട്ടെ എങ്ങനെയാണ് പൂജ്യർ തന്നെ വീണ്ടും പൂജാരിയാകുന്നത് എന്ന്. പൂജ്യർ ഉള്ളത് പുതിയ ലോകത്തിലാണ്. പൂജാരി ഉള്ളത് പഴയ ലോകത്തിലാണ്. പാവനമായവരെ പൂജ്യരെന്നും പതീതരെ പൂജാരി എന്നും പറയുന്നു. ഇവിടെയാണെങ്കിൽ എല്ലാവരും പതീതമാണ്. കാരണം വികാരത്തിലൂടെ ജനിക്കുന്നു. അവിടെ ശ്രേഷ്ഠമായവരാണ്. സമ്പൂർണ്ണ ശ്രേഷ്ഠാചാരി എന്ന് പാടുന്നുമുണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഇങ്ങനെ ആകേണ്ടതുണ്ട്. പ്രയത്നമുണ്ട്. മുഖ്യമായ കാര്യമാണ് ഓർമ്മയുടേത്. എല്ലാവരും പറയുന്നു ഓർമ്മയിലിരിക്കുന്നത് വളരെ പ്രയാസമാണ്. നമ്മൾ എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും ഓർമ്മയിലിരിക്കുവാൻ സാധിക്കുന്നില്ല. ആരെങ്കിലും സത്യസന്ധ്യമായി തൻ്റെ ചാർട്ട് എഴുതുകയാണെങ്കിൽ വളരെ നേട്ടമുണ്ടാകും. ബാബ കുട്ടികൾക്ക് ഈ ജ്ഞാനം നൽകുന്നു. മന്മനാഭവ. നിങ്ങൾ അർത്ഥസഹിതം പറയുന്നു. നിങ്ങൾക്ക് ബാബ ഓരോ കാര്യവും യഥാർത്ഥ രീതിയിൽ അർത്ഥസഹിതം മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയോട് കുട്ടികൾ പല പ്രകാരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ബാബ മനം കവരുന്നതിന് വേണ്ടി ഒരൽപ്പം പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ബാബ പറയുന്നു, എൻ്റെ കാര്യം തന്നെ പതീതത്തിൽ നിന്നും പാവനമാക്കുക എന്നാണ്. എന്നെ വിളിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ ശരീരസഹിതം പാവനമായിരുന്നു. ഇപ്പോൾ അതേ ആത്മാവ് ശരീരസഹിതം പതീതമായിരിക്കുന്നു. 84 ജന്മങ്ങളുടെ കണക്കാണല്ലോ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ ലോകം മുള്ളുകളുടെ കാടായിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ പുഷ്പമാണല്ലോ. അവരുടെ മുന്നിൽ മുള്ളുകൾ പോയി പറയുന്നു, താങ്കൾ സർവഗുണ സമ്പന്നമാണ്, നമ്മൾ പാപിയും കപടവുമാണ്.
ഏറ്റവും വലിയ മുള്ളാണ് കാമവികാരത്തിൻ്റെ. ബാബ പറയുന്നു, ഇതിൻ്റെ മേൽ ജയം നേടി ജഗത് ജീതാകൂ. മനുഷ്യർ പറയുന്നു, ഭഗവാന് ഏതെങ്കിലും രൂപത്തിൽ വരേണ്ടതുണ്ട്, ഭാഗീരഥനിൽ വിരാജിതനായി വരേണ്ടതുണ്ട്. ഭഗവാന് വരേണ്ടത് തന്നെ പഴയ ലോകത്തെ പുതിയതാക്കുവാനാണ്. പുതിയ ലോകത്തെ സതോ പ്രധാനമെന്നും പഴയതിനെ തമോ പ്രധാനമെന്നും പറയുന്നു. ഇപ്പോൾ പഴയ ലോകമായിരിക്കെ തീർച്ചയായും ബാബയ്ക്ക് വരിക തന്നെ വേണം. ബാബയെ തന്നെയാണ് രചയിതാവ് എന്ന് പറയുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. എത്ര സന്തോഷം ഉണ്ടാകേണ്ടതാണ്. ബാക്കി ആർക്കെങ്കിലും കർമ്മഭോഗത്തിൻ്റെ കണക്ക് ഉണ്ടായിരുന്നാലും എന്തു തന്നെ ഉണ്ടായിരുന്നാലും അത് അനുഭവിക്കണം. ഇതിൽ ബാബ ആശീർവാദം നൽകുന്നില്ല. എന്നെ വിളിക്കുന്നത് തന്നെ ബാബ വന്ന് നമുക്ക് സമ്പത്ത് നൽകൂ എന്നാണ്. ബാബയിൽ നിന്നും എന്ത് സമ്പത്ത് നേടുവാനാണ് ആഗ്രഹിക്കുന്നത്? മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും. മുക്തി ജീവൻ മുക്തിയുടെ ദാതാവ് ഒരേ ഒരു ജ്ഞാനസാഗരനായ ബാബയാണ്. അതിനാൽ ആ ഒന്നിനെ ജ്ഞാനദാതാവ് എന്ന് പറയുന്നു. ഭഗവാൻ ജ്ഞാനം നൽകിയിരുന്നു. പക്ഷേ എപ്പോൾ നൽകി, ആര് നൽകി, ഇത് ആർക്കും അറിയില്ല. മുഴുവൻ ആശയക്കുഴപ്പവും ഇതിലാണ്. ആർക്കാണ് ജ്ഞാനം നൽകിയത് എന്നതും ആർക്കും അറിയില്ല. ഇപ്പോൾ ഈ ബ്രഹ്മാവ് ഇരിക്കുന്നു. ഇദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ തന്നെയാണ് നാരായണൻ ആയിരുന്നത്. പിന്നീട് 84 ജന്മങ്ങൾ എടുത്തു. ഇദ്ദേഹമാണ് നമ്പർ 1. ബാബ പറഞ്ഞു തരുന്നു, എൻ്റെ കണ്ണുകൾ തുറന്നു. നിങ്ങളും പറയും, നമ്മുടെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞു. മൂന്നാമത്തെ നേത്രം തുറക്കുന്നുവല്ലോ. നിങ്ങൾ പറയും, നമുക്ക് ബാബയുടെയും സൃഷ്ടിചക്രത്തിൻ്റെയും പൂർണ്ണ ജ്ഞാനം ലഭിച്ചു. ഞാൻ ആരാണോ എങ്ങനെയാണോ എൻ്റെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞു. എത്ര വണ്ടറാണ്. ഞാൻ ആത്മാവാണ് എന്നതാണ് ഫസ്റ്റ്. പിന്നെ നമ്മൾ സ്വയം ദേഹമാണ് എന്ന് മനസ്സിലാക്കി ഇരിക്കുന്നു. ആത്മാവ് പറയുന്നു, ഞാൻ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. എന്നിട്ടും നമ്മൾ സ്വയം ആത്മാവാണ് എന്നത് മറന്ന് ദേഹാഭിമാനിയായി മാറുന്നു. അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഈ അറിവ് നൽകുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഇരിക്കൂ. ഉള്ളിൽ ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കൂ, ഞാൻ ആത്മാവാണ്. ആത്മാവാണ് എന്ന് മനസ്സിലാക്കാത്തതിലൂടെ ബാബയെ മറന്നു പോകുന്നു. ഫീൽ ചെയ്യുന്നു, തീർച്ചയായും നമ്മൾ ഓരോ നിമിഷവും ദേഹാഭിമാനത്തിൽ വന്നു പോകുന്നു. പ്രയത്നിക്കണം. ഇവിടെ ഇരിക്കുമ്പോഴും ആത്മാഭിമാനിയായി ഇരിക്കൂ. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങൾക്ക് രാജപദം നൽകുവാൻ വന്നിരിക്കുന്നു. പകുതി കൽപ്പം നിങ്ങൾ എന്നെ ഓർമ്മിച്ചു. ഏതെങ്കിലും കാര്യം മുന്നിൽ വരുമ്പോൾ പറയുന്നു, ഓ രാമ എന്ന്. പക്ഷേ ഈശ്വരൻ അഥവാ രാമൻ ആരാണ്? ഇതാർക്കും അറിയില്ല. നിങ്ങൾ സിദ്ധമാക്കണം. ജ്ഞാനത്തിൻ്റെ സാഗരവും പതീത പാവനും സർവരുടെയും സദ്ഗതി ദാതാവും ത്രിമൂർത്തി പരംപിത പരമാത്മാ ശിവനാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കർ 3 പേരുടെയും ജന്മം ഒരുമിച്ചാണ്. കേവലം ശിവജയന്തി അല്ല, എന്നാൽ ത്രിമൂർത്തി ശിവജയന്തിയാണ്. തീർച്ചയായും എപ്പോഴാണോ ശിവന്റെ ജയന്തി ഉണ്ടാകുന്നത്, അപ്പോൾ ബ്രഹ്മാവിൻ്റെ ജയന്തി ഉണ്ടാകും. ശിവന്റെ ജയന്തി ആഘോഷിക്കുന്നു. പക്ഷേ ബ്രഹ്മാവ് എന്താണ് ചെയ്തത്? ലൗകികം, പാരലൗകികം. പിന്നെ ഇത് അലൗകിക പിതാവാണ്. ഇതാണ് പ്രജാപിത ബ്രഹ്മ. ബാബ പറയുന്നു, പുതിയ ലോകത്തിന് വേണ്ടി ഈ പുതിയ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. പിന്നീട് പ്രായലോപമാകുന്നു. ആർക്കാണോ രചയിതാവായ ബാബയുടെയും രചനയുടെയും ജ്ഞാനം ഇല്ലാത്തത്, അവർ അജ്ഞാനിയായല്ലോ. അജ്ഞാന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ്.
ജ്ഞാനത്തിലൂടെയാണ് പകൽ, ഭക്തിയിലൂടെ രാത്രി. ശിവരാത്രിയുടെ അർത്ഥം പോലും അറിയുന്നില്ല. അതിനാൽ അതിൻ്റെ ഹോളിഡേയും മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ വരുന്നത് തന്നെ സർവരുടെയും ജ്യോതി ജ്വലിപ്പിക്കാനാണ്. നിങ്ങൾ ഈ വിളക്കുകളും മറ്റും കത്തിക്കുകയാണെങ്കിൽ വിചാരിക്കും ഇവരുടെ ഏതോ വിശേഷ ദിവസമാണ്. ഇപ്പോൾ നിങ്ങൾ തെളിയിക്കുന്നത് അർത്ഥസഹിതമാണ്. അവർ മനസ്സിലാക്കുകയില്ല. നിങ്ങളുടെ പ്രഭാഷണത്തിലൂടെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇപ്പോൾ മുഴുവൻ വിശ്വത്തിൻ്റെ മേലും രാവണന്റെ രാജ്യമാണ്. ഇവിടെയാണെങ്കിൽ മനുഷ്യർ എത്ര ദുഃഖിതരാണ്. അത്ഭുത സിദ്ധികളുള്ളവരും വളരെയധികം ശല്യം ചെയ്യുന്നു. പത്രങ്ങളിലും വരുന്നു, ഇന്നയാളിൽ ഈവിൾ സോൾ ഉണ്ട്. വളരെയധികം ദുഃഖം നൽകുന്നു. ബാബ പറയുന്നു, ഈ കാര്യങ്ങളുമായി നിങ്ങൾക്ക് ഒരു കണക്ഷനുമില്ല. ബാബ നേരായ കാര്യം പറഞ്ഞു തരുന്നു. കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദൂരെയാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യഥാർത്ഥ രീതിയിൽ ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെയും ആത്മാഭിമാനി ആകുന്നതിൻ്റെയും പ്രയത്നം ചെയ്യണം. സത്യതയോടെ തൻ്റെ ചാർട്ട് വയ്ക്കണം. ഇതിൽ തന്നെയാണ് വളരെയധികം നേട്ടമുള്ളത്. ഏറ്റവും വലിയ ദുഃഖം നൽകുന്ന മുള്ള് കാമവികാരമാണ്. ഇതിൻ്റെ മേൽ യോഗബലത്തിലൂടെ വിജയം പ്രാപ്തമാക്കി പതീതത്തിൽ നിന്നും പാവനമാകണം. ബാക്കി ആരുടെ കാര്യങ്ങളുമായും നിങ്ങൾക്ക് കണക്ഷനില്ല. വരദാനം: പ്രാക്ടിക്കൽ ജീവിതത്തിലൂടെ പരമാത്മാ ജ്ഞാനത്തിൻ്റെ പ്രൂഫ് നൽകുന്ന ധർമ്മയുദ്ധത്തിൽ വിജയിയായി ഭവിക്കട്ടെ. ഇപ്പോൾ ധർമ്മയുദ്ധത്തിൻ്റെ സ്റ്റേജിലേക്ക് വരേണ്ടതുണ്ട്. ആ ധർമ്മയുദ്ധത്തിൽ വിജയി ആകുന്നതിനുള്ള ഉപാധിയാണ് താങ്കളുടെ പ്രാക്ടിക്കൽ ജീവിതം. കാരണം പരമാത്മാ ജ്ഞാനത്തിൻ്റെ പ്രൂഫ് തന്നെ പ്രാക്ടിക്കൽ ജീവിതമാണ്. താങ്കളുടെ മൂർത്തിയിലൂടെ ജ്ഞാനവും ഗുണവും പ്രാക്ടിക്കലിൽ കാണപ്പെടണം. കാരണം ഇക്കാലത്ത് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ തൻ്റെ മൂർത്തിയെ സിദ്ധമാക്കുവാൻ സാധിക്കില്ല. എന്നാൽ തൻ്റെ പ്രാക്ടിക്കൽ ധാരണാമൂർത്തിയിലൂടെ ഒരു സെക്കൻഡിൽ ആരെയും ശാന്തമാക്കുവാൻ സാധിക്കും. സ്ലോഗൻ: ആത്മാവിനെ ഉജ്ജ്വലം ആക്കുന്നതിനായി പരമാത്മാ സ്മൃതിയിലൂടെ മനസ്സിൻ്റെ ആശയക്കുഴപ്പങ്ങളെ സമാപ്തമാക്കൂ. മാതേശ്വരി ജിയുടെ അമൂല്യ മഹാവാക്യങ്ങൾ. യോഗത്തിലൂടെ മുക്തമാകാനുള്ള ശക്തി ലഭിക്കുന്നു. ആദ്യം സ്വയം ഒരു മുഖ്യ പോയിന്റ് ചിന്തയിൽ വെക്കേണ്ടത് ആവശ്യമാണ്. ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിൻ്റെ ബീജരൂപം പരമാത്മാവായിരിക്കെ ആ പരമാത്മാവിലൂടെ ഏതൊരു നോളജാണോ പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. എല്ലാ ധർമ്മത്തിലുള്ളവർക്കും ഈ നോളജ് എടുക്കാനുള്ള അധികാരമുണ്ട്. ഓരോ ധർമ്മത്തിൻ്റെ നോളജും അവരവരുടേതാണ്. ഓരോരുത്തരുടെയും ശാസ്ത്രം അവരവരുടേതാണ്. ഓരോരുത്തരുടെയും മതം അവരവരുടേതാണ്. ഓരോരുത്തരുടെയും സംസ്കാരം അവരവരുടേതാണ്. എന്നാൽ ഈ നോളജ് സർവർക്കും വേണ്ടിയുള്ളതാണ്. അവർക്ക് ഈ നോളജ് എടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ കുലത്തിൽ വന്നില്ലെങ്കിലും എല്ലാവരുടെയും പിതാവായത് കാരണം ആ ഒന്നുമായി യോഗം ചേർക്കുന്നതിലൂടെ പവിത്രം തീർച്ചയായും ആകും. ഈ പവിത്രത കാരണം തൻ്റെ തന്നെ സെക്ഷനിൽ പദവി തീർച്ചയായും നേടും. കാരണം യോഗത്തെയാണെങ്കിൽ എല്ലാ മനുഷ്യരും മാനിക്കുന്നുണ്ട്.
വളരെയധികം മനുഷ്യർ ഇങ്ങനെ പറയുന്നു, നമുക്കും മുക്തി വേണം. എന്നാൽ ശിക്ഷകളിൽ നിന്നും ഒഴിവായി മുക്തമാകുന്നതിനുള്ള ശക്തിയും ഈ യോഗത്തിലൂടെ ലഭിക്കുക സാധ്യമാകുന്നു. അജപാജപം എന്നാൽ നിരന്തര ഈശ്വരീയ ഓർമ്മ. ഓരോ ശ്വാസത്തിലും അജപാജപം ജപിച്ചുകൊണ്ടിരിക്കൂ എന്ന് ചൊല്ലുണ്ട്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? നമ്മൾ അജപാജപം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അർത്ഥമാണ്, ജപത്തിനു പകരം ഓരോ ശ്വാസത്തിലും തൻ്റെ ബുദ്ധിയോഗം തൻ്റെ പരംപിത പരമാത്മാവുമായി നിരന്തരം ചേർക്കണം. ഈ ഈശ്വരീയ ഓർമ്മ ഓരോ ശ്വാസത്തിലും സ്ഥായിയായി തുടരുന്നു. ആ നിരന്തര ഈശ്വരീയ ഓർമ്മയെയാണ് അജപാജപം എന്ന് പറയുന്നത്. പിന്നെ മുഖത്തിലൂടെ ജപിക്കുക, അതായത് രാമ രാമ എന്ന് പറയുക, ഉള്ളിൽ ഏതെങ്കിലും മന്ത്രം ഉച്ചരിക്കുക. ഇതാണെങ്കിൽ നിരന്തരം നടക്കുക സാധ്യമല്ല. അവർ മനസ്സിലാക്കുന്നു, നമ്മൾ മുഖത്തിലൂടെ മന്ത്രം ഉച്ചരിക്കുന്നില്ല, എന്നാൽ ഹൃദയത്തിൽ ഉച്ചരിക്കുക. ഇതാണ് അജപാജപം. എന്നാൽ ഇതാകട്ടെ സഹജമായതും ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. തങ്ങളുടെ വാക്ക് തന്നെ അജപാജപം എന്നായിരിക്കെ അത് ജപിക്കേണ്ടതും ആവശ്യമില്ല. ഇരുന്ന് ആന്തരികമായി ഏതെങ്കിലും മൂർത്തിയെ ധ്യാനിക്കേണ്ടതുമില്ല, എന്തെങ്കിലും സ്മരിക്കേണ്ടതുമില്ല. കാരണം അതും നിരന്തരം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും നിലനിർത്തുവാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഈശ്വരീയ ഓർമ്മ നിരന്തരം തുടരുവാൻ സാധിക്കും. കാരണം ഇത് വളരെ സഹജമാണ്. ഇതുപോലെ ഒരു കുട്ടി തൻ്റെ പിതാവിനെ ഓർമ്മിക്കുന്നു എന്നിരിക്കട്ടെ. ആ സമയം പിതാവിൻ്റെ ഫോട്ടോ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നില്ല. എന്നാൽ മനസ്സാ വാച കർമ്മണ പിതാവിൻ്റെ മുഴുവൻ ഓക്യുപ്പേഷൻ, ആക്ടിവിറ്റി, ഗുണങ്ങൾ സഹിതം ഓർമ്മ വരുന്നു. അത് ഓർമ്മ വരുന്നതിലൂടെ കുട്ടിയുടെയും അതേ ആക്ട് നടക്കുന്നു. അപ്പോഴാണ് സൺ ഷോസ് ഫാദർ എന്ന് പറയുന്നത്. അതുപോലെ തൻ്റെയും സർവരുടെയും ഓർമ്മ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും മാറ്റി ആ ഒന്നിൻ്റെ യഥാർത്ഥമായ പാരലൗകിക പരംപിത പരമാത്മാവിൻ്റെ ഓർമ്മയിലിരിക്കണം. ഇതിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും നിരന്തരം ഓർമ്മയിൽ തുടരുവാൻ സാധിക്കുന്നു. ആ ഓർമ്മയിലൂടെ തന്നെയാണ് കർമാതീതമാകുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ ഓർമ്മയെ തന്നെയാണ് അജപാജപം എന്ന് പറയുന്നത്. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. അഭ്യാസത്തിൻ്റെ പ്രയോഗശാലയിൽ ഇരുന്ന് യോഗത്തിൻ്റെ പ്രയോഗം ചെയ്യൂ. അപ്പോൾ ഒരു ബാബയുടെ ആശ്രയവും മായയുടെ അനേകം പ്രകാരത്തിലുള്ള വിഘ്നങ്ങളിൽ നിന്നും അകന്നു മാറിയതായി അനുഭവപ്പെടും. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ സാഗരത്തിൽ, ഗുണങ്ങളുടെ സാഗരത്തിൽ, ശക്തികളുടെ സാഗരത്തിൽ ഉപരിതലത്തിലുള്ള അലകളിൽ ആടിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ അല്പകാലത്തെ റിഫ്രഷ്മെൻറ്റ് അനുഭവിക്കുന്നു. എന്നാൽ ഇപ്പോൾ സാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകൂ. അപ്പോൾ അനേകം പ്രകാരത്തിലുള്ള വിചിത്ര അനുഭവങ്ങൾ നേടി രത്നങ്ങൾ പ്രാപ്തമാക്കും. ഓം ശാന്തി. ദേഹത്തിൽ നിന്നും വേറിട്ട് എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ സ്മൃതി ഞാൻ കൊണ്ടുവരുന്നു. അതിസൂക്ഷ്മ പ്രകാശ ബിന്ദുവായി, സട്ടിൽ പോയിന്റ് ഓഫ് ലൈറ്റ് ആയി തിളങ്ങുന്ന എൻ്റെ
ആത്മസ്വരൂപത്തെ ഞാൻ ബുദ്ധി കൊണ്ട് ദർശിക്കുന്നു. എൻ്റെ മനസ്സും ബുദ്ധിയും ആത്മസ്വരൂപത്തിൽ സ്ഥിരമാകുമ്പോൾ എൻ്റെ സ്വധർമ്മമായ ശാന്തിയുടെ സ്വരൂപമായി ഞാൻ മാറുന്നു. ഈ ശാന്തിയുടെ അനുഭവത്തിൽ സ്ഥിരമാകുമ്പോൾ ശാന്തിയുടെ അതിഗഹനത എനിക്ക് അനുഭവമാകുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശരശ്മികൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഈ സാകാര സ്വരൂപ അവസ്ഥയിൽ നിന്നും ഞാൻ മനസ്സും ബുദ്ധിയും കൊണ്ട് ബ്രഹ്മലോക നിവാസിയായി മാറുന്നു. ശിവബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്മൃതിയുടെ ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ ജ്ഞാനസൂര്യനായ ബാബ എനിക്ക് സർവശക്തികളുടെയും വരദാനങ്ങൾ കിരണങ്ങളുടെ രൂപത്തിൽ തന്നുകൊണ്ടിരിക്കുന്നതായി ഞാൻ അനുഭവിക്കുന്നു. ശിവബാബയുടെ തേജോമയ രൂപത്തിൽ നിന്നും പ്രസരിക്കുന്ന ശക്തിയുടെ കിരണങ്ങൾ എന്നെ സർവശക്തി സമ്പന്നവും സർവപ്രാപ്തി സ്വരൂപവും ആക്കി മാറ്റുന്നു.